ഷോർട്ട് ടേമിലൊരു 15% റിട്ടേൺ തരാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്കാണ് ക്രാഫ്റ്റ്സ്മാൻ ഓട്ടോമേഷൻ ലിമിറ്റഡ്. ഞാൻ പേഴ്സണലി ഈ സ്റ്റോക്കിനകത്ത് എൻട്രി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ബേസിക്കലി ഈ ഒരു സ്റ്റോക്കിൽ എങ്ങനെ എൻട്രി എടുത്തു, അല്ലെങ്കിൽ എങ്ങനെ ഈ സ്റ്റോക്ക് പിക്ക് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഞാൻ ബേസിക്കലി ഒരു ഷോർട്ട് ടേം എൻട്രി ആണെന്നുണ്ടെങ്കിലും ഫണ്ടമെൻ്റൽ നോക്കാറുണ്ട്. ജസ്റ്റ് കുറച്ചൊന്ന് ഫണ്ടമെൻ്റൽസ് നോക്കാറുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ടെക്നിക്കൽസ് ആണ് കൂടുതൽ നോക്കേണ്ടത്. എന്നാലും ഫണ്ടമെൻ്റൽസും കൂടെ ഞാൻ നോക്കി പോകാറുണ്ട്. ഇനി ഇൻ കേസ് ഒരു മീഡിയം ടേം ഹോൾഡിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫണ്ടമെൻ്റൽസ് നോക്കാറുണ്ട്. അപ്പോൾ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആദ്യം ഇത് ക്രാഫ്റ്റ്സ്മാൻ ഓട്ടോമേഷൻ്റെ ടെക്നിക്കൽ സൈഡ് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ടെക്നിക്കൽ സൈഡ് നോക്കുന്ന സമയത്ത് ഞാൻ എൻട്രി ഇപ്പോൾ ഓൾറെഡി എടുത്തിട്ടുള്ള റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 4700 എന്ന് പറഞ്ഞ റേഞ്ചിൽ ഓൾറെഡി എൻട്രി എടുത്തിട്ടുണ്ട്. അപ്പോൾ ക്രാഫ്റ്റ്സ്മാൻ ഓട്ടോമേഷൻ ലിമിറ്റഡ് നമുക്കൊന്ന് മന്ത്ലി ചാർട്ടിലോട്ടൊന്ന് പോയിട്ട് വരാം. എന്നിട്ട് ഞാൻ ബേസിക്കലി അങ്ങനെ ചെയ്യാറുള്ളത് ആദ്യം ലോങ് ടേം ട്രെൻഡും മിഡ് ടേം ട്രെൻഡും അതിന് ശേഷമാണ് ഒരു ഷോർട്ട് ടേം ചാർട്ടിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം മന്ത്ലി ചാർട്ടിലോട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഈ ഒരു സ്റ്റോക്ക് ഞാനിപ്പോൾ ഈ ട്രെൻഡ് ലൈൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റോക്ക് കഴിഞ്ഞ മാർച്ച് 2021 ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തു. ഈ ഒരു ട്രെൻഡ് ലൈനിൽ ഇവിടെ ഒന്ന് സപ്പോർട്ട് എടുക്കുന്നത് കണ്ടു 1300 റേഞ്ചിൽ. അതിനുശേഷം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും പലപ്പോഴായിട്ട് ഈ ഒരു ട്രെൻഡ് ലൈനിൽ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് കയറി പോയിട്ടുള്ള സ്റ്റോക്കാണ് ക്രാഫ്റ്റ്സ്മാൻ ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടെക്നിക്കൽ സൈഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവലാണ്. ഇപ്പോൾ ആ ഒരു സപ്പോർട്ട് വീണ്ടും എടുത്തിട്ടുണ്ട്. അതായത് കഴിഞ്ഞ മാർച്ച് 2024 ആ മന്തിലെ ക്യാൻഡിൽ വേണം കാണാനായിട്ട് പറ്റും. ഒരു ബുള്ളിഷ് ടൈപ്പ് ഓഫ് ക്യാൻഡിൽ ഫോം ചെയ്തിട്ടാണ് അടുത്തൊരു അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഒരു ക്യാൻഡിലും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ മന്ത്ലി ചാർട്ടിൽ നോക്കിയാലും ഒരു ബുള്ളിഷ്നെസ് ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് മൂവിങ് ആവറേജും കൂടി ജസ്റ്റ് വന്നിട്ട് നോക്കാം. യെസ്, ഓക്കെ, മന്ത്ലി ചാർട്ടിൽ വരില്ല. ഓക്കെ, നമുക്കിനി അതിൻ്റെ വീക്കിലി ചാർട്ടിലോട്ട് പോവാം. യെസ്, അപ്പോൾ വീക്കിലി ചാർട്ടിലോട്ട് പോയാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു മൂവിങ് ആവറേജിലും കറക്റ്റ് വളരെ കൃത്യമായിട്ട് തന്നെ സപ്പോർട്ട് എടുത്ത് പോകുന്ന ഒരു സ്റ്റോക്കും കൂടെയാണ്. പലതവണയായി ഈ ഒരു മൂവിങ് ആവറേജിലും സപ്പോർട്ട് എടുത്ത് പോകുന്നുണ്ട്. അതിനുശേഷം ഇവിടെയാണ് ഒരു ബ്രേക്ക് ഡൗൺ വന്നിട്ടുള്ളത്. ജനുവരി 2024 ഒരു ബ്രേക്ക് ഡൗൺ വന്നിട്ടുണ്ട്. ആ ബ്രേക്ക് ഡൗണിന് ശേഷം ആ ബ്രേക്ക് ഡൗൺ എന്ന് പറയുമ്പോൾ മൂവിങ് ആവറേജും ബ്രേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു ബ്രേക്ക് ഡൗൺ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സോണിൽ കൃത്യമായിട്ട് റെസിസ്റ്റൻസ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 തവണ ആ ഒരു സോണിൽ റെസിസ്റ്റൻസ് ഫേസ് ചെയ്തിട്ടായിരുന്നു ആ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും വളരെ കൃത്യമായിട്ട് തന്നെ 4400 എന്ന് പറഞ്ഞ റേഞ്ചിൽ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. മൂവിങ് ആവറേജിൻ്റെ കാര്യത്തിൽ നോക്കിയാലും ഒരു മൂവിങ് ആവറേജ് റെസിസ്റ്റൻസ് ആയിട്ടും ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഡെയിലി ചാർട്ടിലോട്ട് പോയിട്ട് വരുമ്പോഴും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവാൻ പറ്റും. ഒരു ഡെയിലി ചാർട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു പാറ്റേണും കൂടെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് ആദ്യത്തെ ഒരു ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് വളരെ ഷോർട്ട് ടേമിൽ എൻട്രി എടുക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റോക്ക് കഴിഞ്ഞൊരു ഹൈ മീറ്റ് ചെയ്തതിന് ശേഷം എൻ്റെ ഹൈ എന്ന് പറയുന്നത് 5500 എന്ന് പറഞ്ഞ റേഞ്ചായിരുന്നു എൻ്റെ ഹൈ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഓരോ തവണയും ലോവർ ഹൈ മേക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ, ലോവർ ഹൈ മേക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴൊന്നും ഈ ഒരു ലോവർ ഹൈ ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഇവിടെ ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് 2024 ഒരു ലോവർ ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഇൻഡിക്കേഷനായി നമുക്ക് നോക്കുന്ന സമയത്ത് മനസ്സിലാവും ഇത്രയും നാളും അല്ലേ, വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും ഇത്രയും നാൾ ഒരു ലോവർ ഹൈ ബ്രേക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. കറക്റ്റ് മാർച്ച് 2024 യെസ്, ഈ ഒരു സോൺ ഈ ഒരു ക്യാൻഡിലാണ് ഈ ഒരു ഷോർട്ട് ടേം ട്രെൻഡിനൊരു ബ്രേക്ക് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ഇൻഡിക്കേഷൻ തന്നു കഴിഞ്ഞു. നമ്മൾ ലോവർ ഹൈ കൃത്യമായിട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ബ്രേക്ക് ചെയ്തതിന് ശേഷം അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാറ്റേൺ ബേസിക്കലി ഞാൻ നോക്കാറില്ല, ജസ്റ്റ് ഒന്ന് കുറച്ചും കൂടെ ഒരു ആക്യുറസി കൂടാനുള്ള ട്രേഡായിട്ട് നമുക്ക് പല കാര്യങ്ങളും ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു പാറ്റേൺ നിങ്ങൾ പലപ്പോഴായിട്ട് എവിടെയെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാവും. ഈ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ ആണ് അല്ലേ. നമ്മൾ ഒരു സാധാരണഗതിയിൽ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ വന്നു കഴിഞ്ഞാൽ ഒരു ബീറിഷ് ഇതിൻ്റെ ഫോർമേഷനാണ്. അപ്പോൾ ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നേരെ തിരിച്ചാണ് സംഭവിക്കാറുള്ളത് അല്ലേ. ഒരു ബുള്ളിഷ് ടൈപ്പ് ഓഫ് ക്യാൻഡിലാണ് ഫോർമേഷൻ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോണിൽ കൂടെയായിരുന്നു ആ ഒരു പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ ഇൻഡിക്കേഷൻ ഉണ്ട്. ഒന്ന് പലതരത്തിലുള്ള, ഞാൻ മൂവിങ് ആവറേജിൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ ഈ ട്രെൻഡ് ലൈനിൻ്റെ നമുക്ക് ലോവർ ഹൈ ബ്രേക്ക് ചെയ്യുന്നതിൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ ഈ ഒരു പാറ്റേൺ കറക്റ്റ് ഫോം ചെയ്തിരിക്കുന്നത് ആ ഒരു റെസിസ്റ്റൻസ് ലെവലിലും കൂടിയാണ് 4400 അല്ലെങ്കിൽ 4000
1500 അടുപ്പിച്ചുള്ള റെസിസ്റ്റൻസ് സോണിൽ കൂടെയാണ് ട്രേഡ് ചെയ്തിട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ആ ട്രേഡിന് ശേഷം ഇവിടെ നമുക്കൊരു വോളിയം കൂടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. വോളിയം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുള്ള ഒരു വോളിയം അല്ലായിരുന്നു ഇവിടെ ഉണ്ട്. നമുക്കൊരു ഹയ്യർ വോളിയം ഇവിടെ ഈ ഒരു ക്യാൻഡിൽ ബ്രേക്ക് ഡൗൺ ക്യാൻഡിൽ തന്നെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതും നമുക്കൊരു ഇൻഡിക്കേഷനായിട്ട് പറയാനായിട്ട് പറ്റും. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതിനുശേഷം ഞാൻ 4700 എന്ന് പറഞ്ഞ റേഞ്ചിലാണ് എൻട്രി എടുത്തിട്ടുള്ളത്. ഞാൻ ഇത്തിരി ലേറ്റർ എൻട്രി ആയിപ്പോയി. ശരിക്കും ഈ ഒരു ക്യാൻഡിൽ ഇത് ബ്രേക്ക് ചെയ്ത സമയത്തായിരുന്നു 4600 എന്ന് പറഞ്ഞ റേഞ്ചിലായിരുന്നു കൃത്യമായിട്ടൊരു എൻട്രി എന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ അവിടെ എൻട്രി കിട്ടിയില്ല. അതുകൊണ്ട് കുറച്ചുകൂടെ ഒരു 4700 എന്ന റേഞ്ചിലോട്ട് എൻട്രി പോയി. അതിനുശേഷം ഞാനിപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഈ സ്റ്റോക്ക് ബേസിക്കലി ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് കയറാനുള്ള ചാൻസ് ഉണ്ട്. 4400 എന്ന് പറഞ്ഞ റേഞ്ച് ഞാൻ 4700 എൻട്രി എടുക്കുകയും എൻ്റെ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സോണിലാണ്. 4249 അല്ലെങ്കിൽ 4250 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഷോർട്ട് ടേം ആയതുകൊണ്ടാണ് ഇത്ര ഒരു ക്ലോസ് ആയിട്ടുള്ളൊരു സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ചിലപ്പോൾ ഇത് വന്നിട്ട് തിരിച്ച് കയറി പോവാം. ഇനി നിങ്ങൾക്കൊരു ലോങ് ടേം വ്യൂ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, ഈ ഒരു സ്റ്റോക്കിന് ലോങ് ടേം വ്യൂ ആണെന്നുണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾ കുറച്ചും കൂടെ ഇറക്കിയിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലോസ് ഏകദേശം 3800 അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഇടുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു ഷോർട്ട് ടേമിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു 15-16 5400 അല്ലെങ്കിൽ ഓൾ ടൈം ഹൈ തന്നെയാണ് ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അതിന് മുമ്പ് ഇവിടെ ഒരു ചെറിയൊരു ടാർഗറ്റും കൂടെ ഉണ്ട്. നമുക്ക് 4500 എന്ന് പറയുന്നൊരു സോണ് നമുക്ക് ടാർഗറ്റായിട്ട് കൺസിഡർ ചെയ്യാവുന്നൊരു ലെവലും കൂടെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഓവറോൾ ടാർഗറ്റ് അല്ലെങ്കിൽ ഞാൻ ബേസിക്കലി എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 5400 അല്ലെങ്കിൽ 5500 എന്ന റേഞ്ചാണ്. ഏകദേശം 15% ടാർഗറ്റും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഫണ്ടമെൻ്റൽ സൈഡ് കൂടെ നോക്കിയിട്ട് വരാം. ഞാനിപ്പോൾ ഈ സ്ക്രീനറിൻ്റെ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ നമുക്ക് ഫണ്ടമെൻ്റൽ സൈഡ് കൂടെ നോക്കുന്ന സമയത്ത് ഈ ക്രാഫ്റ്റ്സ്മാൻ ഓട്ടോമേഷൻ എന്ന് പറയുന്നൊരു കമ്പനി ഒരു എഞ്ചിനീയറിംഗ് ബേസ്ഡ് കമ്പനിയാണ്. അപ്പോൾ നമുക്ക് ബേസിക്കായിട്ട് നമുക്കൊരു ഷോർട്ട് ടേം ആയതുകൊണ്ട് തന്നെ ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കി വരാം. അപ്പോൾ ആദ്യത്തേത് ഇതൊരു മിഡ് ക്യാപ്പാണ്. 9898 കോടി മാത്രമേ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ളൂ. ഒരു മിഡ് ക്യാപ്പ് കമ്പനിയും കൂടെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബുക്ക് വാല്യൂ നോക്കുന്ന സമയത്ത് 721 ഉണ്ട്. ഇനി ROE നോക്കുന്ന സമയത്ത് നല്ലൊരു റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റും റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡും നല്ല രീതിയിലുള്ള ഒരു ഇൻഡിക്കേഷൻ തന്നെയാണ് തരുന്നത്. ഇനി PE നോക്കുന്ന സമയത്തും ഇൻഡസ്ട്രി PE ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്റ്റോക്ക് അണ്ടർ വാല്യൂഡ് ആയിട്ടാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇൻഡസ്ട്രി PE 32.4 അതുപോലെ തന്നെ സ്റ്റോക്കിൻ്റെ PE എന്ന് പറഞ്ഞാൽ 31. അപ്പോൾ ബേസിക്കലി ഒരു അണ്ടർ വാല്യൂഡ് ആയിട്ടാണ് നമ്മൾ പൊതുവേ കൺസിഡർ ചെയ്യാറുള്ളത് അല്ലേ. അപ്പോൾ അതോടൊപ്പം ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോയും വലിയ റിസ്ക് ഉള്ള ഒരു ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ ഒന്നല്ല. അപ്പോൾ നല്ല രീതിയിൽ ROCയും ഉണ്ട്, ROEയും നല്ല രീതിയിലുള്ള ഒരു റിട്ടേൺ അവിടെ കാണിക്കുന്നുണ്ട് അല്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് നോക്കിയാലും സെയിൽസ് ഞാൻ 2020 മുതലുള്ള സെയിൽസ് നോക്കിയ സമയത്തും ഒരു ഇൻക്രീസിങ് ട്രെൻഡിലാണെന്ന് മനസ്സിലായി. സെയിൽസ് ഇൻക്രീസ് ആവുന്നുണ്ട്. നെറ്റ് പ്രോഫിറ്റിൻ്റെ കാര്യം, അതായത് എല്ലാ ടാക്സും കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ഇത് എമൗണ്ടാണ് നെറ്റ് പ്രോഫിറ്റ്. കമ്പനിയുടെ ബുക്സിൽ എത്ര ഉണ്ടാവും അതിൽ നോക്കിയാലും മനസ്സിലാവും ക്വാർട്ടർലി ഒരു ഇൻക്രീസിങ് ട്രെൻഡാണ്. അധികം ഇടയ്ക്ക് ഡിപ്പ് വരാറുണ്ടെങ്കിലും ഇപ്പോൾ ലാസ്റ്റ് എത്തി നിൽക്കുന്നത് 104 കോടി. അത് കഴിഞ്ഞ് വെച്ചിട്ട് 81 കോടിയാണ് ലാസ്റ്റ് എത്തി നിൽക്കുന്ന നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇയർലി ഉള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കിയാലും അതിൻ്റെ സെയിൽസിൻ്റെ കാര്യത്തിലായാലും ഇന്ന് റിസൾട്ട് വന്നിട്ടില്ല. ശരിക്കും നമുക്ക് റിസൾട്ട് ഉടനെ ഏപ്രിൽ 27 റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റിസൾട്ടിൻ്റെ കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. റിസൾട്ട് വരുന്ന സമയത്ത് ശരിക്കും എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നതെന്നുള്ള കാര്യം നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ഒരു റിസൾട്ടിൻ്റെ സമയത്ത് നമുക്ക് പല സ്റ്റോക്കിലും നല്ല റിസൾട്ട് തന്ന സ്റ്റോക്കുകളൊക്കെ ശരിക്കും മാർക്കറ്റ് ഫാളാകുന്ന നമുക്ക് ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഫാളാവും നമുക്ക് കാണാനായിട്ട് പറ്റി. അതുപോലെ തന്നെ മോശം റിസൾട്ട് ആണെന്നുണ്ടെങ്കിൽ കയറിപ്പോകുന്ന ഒരവസ്ഥയുണ്ട്. നമുക്കത് പറയാൻ പറ്റത്തില്ല. ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ എന്താണ് അങ്ങനെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളുണ്ടായിരിക്കും പല ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് പല കാര്യങ്ങളുണ്ടാവും. അപ്പോൾ പല മൈൻഡ് സെറ്റിലുള്ള ആൾക്കാരുണ്ടാവും. ഓക്കെ, നമുക്ക് അതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ കാര്യം എടുത്ത് നോക്കിയാലും നെറ്റ് പ്രോഫിറ്റ് 80 കോടി 32 കോടി അങ്ങനെ ഒരു ഇൻക്രീസിങ് ട്രെൻഡിലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു റിസൾട്ടും കൂടെ വരാനുണ്ട്. നമുക്ക് ഉടനെ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വോളറ്റൈൽ ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആയിരിക്കും ബേസിക്കലി ഉണ്ടാവുക. കാരണം റിസൾട്ടിൻ്റെ ഒരു റിസ്ക്കും കൂടെ ഇവിടെ നമുക്കുണ്ട്.